ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് വന്നൊരു വീഡിയോ എന്താ അറിയുമോ, നമുക്ക് ചില സമയത്തിൽ നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരേ ഒരു അവസ്ഥ ഉണ്ടാവില്ല അല്ലേ. ചില സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും, ചില സമയത്ത് എല്ലാം റാഹത്തായിരിക്കും അല്ലേ. അപ്പം ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാകും. ചിലപ്പോൾ വീട്ടിൽ നമുക്ക് ടെൻഷൻ വല്ലാത്ത ടെൻഷനൊക്കെ ചില സമയത്ത് ഭർത്താവായിട്ട് എന്തെങ്കിലും ദേഷ്യം പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അസുഖം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ, മനസ്സിന് സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ. ആ സമയത്ത് നിങ്ങളില്ലേ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്ക്. പിന്നെ റബ്ബാണ് സത്യം പറയാം, ഞാനില്ലേ ഒരുപാട് തവണ പരീക്ഷയാണ്. എന്താ പറയുക, മനസ്സിൽ പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ചൊല്ലിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു കുളിർമ വരും. അത് ഞാനിത് എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണ ഞാൻ ചെല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ സ്ഥിരമാക്കുക, പതിവാക്കുക. അല്ലാതെ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് എന്താക്കുക അറിയാം, ഇതൊരു കഴിയുന്നത്ര രീതിയിൽ 33 തവണയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സാധിക്കുന്നത് വെച്ചാൽ 100 തവണയോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്താ പറയുക, ഒരാഴ്ചയൊക്കെ പിടിക്കും ഇതൊന്ന് പഠിച്ചെടുക്കാൻ. സ്ഥിരമാക്കിയ പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക, ചെല്ലാനോ ഓതാനൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ഫിൽ അവ്വലി വസല്ലി അലാ മുഹമ്മദിൻ ഫിൽ ആഖിരീൻ വസല്ലി അലാ മുഹമ്മദിൻ ഫിൽ നബിയ്യി വസല്ലി അലാ മുഹമ്മദിൻ ഫിൽ മുർസലിൻ വസല്ലി അലാ മുഹമ്മദിൻ ഫിൽ മലഉൽ അഅ്ലാ ഇലാ യൗമിദ്ദീൻ. ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്ക്, ഫലം ഉറപ്പാണ്. എന്ന് വെച്ചാൽ സ്വലാത്ത് അത്രയും ഫലമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമുക്ക് എന്താ പറയുക, എന്തൊരു ടെൻഷൻ ഉണ്ടോ നമുക്കത് അറിയാതെ നമ്മൾ മനസ്സിൽ നിന്ന് പോകും. ടെൻഷനായാലും നമ്മുടെ ആഗ്രഹങ്ങളായാലും എല്ലാം നമുക്ക് സാധിച്ചു കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കട്ടോ, മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വലാത്താണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നും എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരാഴ്ച മുതൽ നമുക്ക് മനപ്പാടായിട്ട് വരും. പിന്നെ വിഷമം വരുന്ന സമയത്ത് അങ്ങനെ നിസ്കാരത്തിന് ശേഷം അല്ലെ ഫർള് നിസ്കാരം കളാക്കാൻ നിസ്കരിക്കും ചെയ്യുക. നിസ്കാരത്തിന് ശേഷം ദിക്റും നമുക്ക് ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ദിക്റുകളൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അതൊരു 3 പ്രാവശ്യം ചൊല്ലി നോക്ക്. അപ്പോൾ തന്നെ നമുക്ക് ടെൻഷന് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒഴിഞ്ഞു മാറും. അല്ലാത്ത മനുഷ്യരാണല്ലേ, പല കാര്യങ്ങൾ കൊണ്ടും ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ടെൻഷൻ മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കിയൊക്കെ, ഒരു കണക്ക് വെച്ചിട്ട് 33 തവണ നിങ്ങൾക്ക് എത്ര കഴിഞ്ഞ വെച്ചാൽ അത്ര ചൊല്ലുക. നിയത്ത് പ്രധാനം കേട്ടോ. എന്താ പറയുക, നമസ്കാരം കളാക്കാൻ നിസ്കരിക്കുക. നമ്മളെ മനസ്സ് എപ്പോഴും ക്ലിയർ ആക്കുക, ആരോടും ദേഷ്യം വെറുപ്പൊന്നും ഇല്ലാത്തൊരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മനസ്സിന് സമാധാനം ഉണ്ടാവും, മറ്റുള്ളൊരു അസൂയ ഉണ്ടാവാതെ, കുശുമ്പുണ്ടാവാതെ, നമ്മളെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മറ്റുള്ളവർ വിഷമം ഉണ്ടാവാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പടച്ചവന് സമാധാനം തരും അല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എല്ലാവരും പതിവാക്കി നോക്കുക കേട്ടോ. അതേപോലെ ഇപ്പോൾ പ്രത്യേകം പറയുകയാണ്, എന്നെ എല്ലാവരും കൂടെ ദുആയിൽ ഉൾപ്പെടുത്തണം, എൻ്റെ കുടുംബത്തിനെയും. എൻ്റെ ദുആയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ പറയുന്നത് അറിയാം, നല്ല നല്ല വീഡിയോസൊക്കെ, ലൈക്ക് കുറേയുള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അതൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ എന്താ ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്തെടുക്കുക. നന്മ പ്രചരിപ്പിക്കുന്നത് ഹൈറാണല്ലോ അല്ലേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.